ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാവൽപ്പട്ടി മരുമോൾ എനിക്ക് തന്ന മഹത്തായ വിശേഷണം. മരുമോളുടെ വിവാഹ സമ്മാനമായി അതിനെ സ്വീകരിക്കുക തന്നെ. കാവൽപ്പട്ടി. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒന്നും ആരുമില്ല. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് വെറുതെ തോന്നിയതാ. അല്ല മനോജ്, സാമാന്യം തടിച്ച ഒരാളുടെ നിഴല് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. എനിക്ക് അത് കള്ളൻ തന്നെയായിരിക്കും. നട്ടപ്പാതിരിക്ക് കള്ളനെ പിടിക്കാൻ നടക്കുന്ന ആപത്താ. അവരുടെ കയ്യിൽ ടൂൾസ് ഒക്കെ കാണും. വിളിപ്പുറത്തമ്മ കാത്തു. നീ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുറത്തിറങ്ങില്ലായിരുന്നു. ഇനി രാവിലെ എന്തെങ്കിലും ചെയ്യാം. നീ വാ, കേറ്. മാധവേട്ടൻ അവരെ കണ്ടില്ല. മാധവേട്ടൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. എന്നാലും ഈ രാത്രിയിൽ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചത് എന്നെ ഒരു നോക്ക് കാണാനല്ലേ. പാവം. വിവാഹ വാർഷികത്തിന് തന്നെ തന്റെ ഭാര്യയെ കാണാനും ഒരു സമ്മാനം തരാനും ആഗ്രഹിച്ചത് തെറ്റല്ലല്ലോ. സ്നേഹമുള്ള ഏതൊരു ഭർത്താവും ചെയ്യുന്ന കാര്യമല്ലേ. ദൈവമേ, കള്ളൻ ഇതിനകത്തുണ്ടോന്ന് അറിയാനായിരിക്കും. ഈശ്വര, ഇവിടെ വയ്ക്കാം. ഇത്രയും സമയം എന്ത് ചെയ്യായിരുന്നു? നിങ്ങൾ ഉണർന്നു കിടക്കുമായിരുന്നല്ലേ ഇവിടെ? അല്ല, ഉറക്കമായിരുന്നു. വാതിലിൽ മുട്ട് കേട്ടിട്ട് ഉണർന്നതാ. ഓ, എന്താ സുഖം. വയറ് നിറയെ തിന്ന, കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുക. അമ്മേ, ഇവിടെ കള്ളം കയറിയമ്മേ. കള്ളം കളന്ന് ഹരിത വിളിച്ചു പോകുന്നു നമ്മ കേട്ടില്ല. ഇല്ല മോനെ. എന്നാലേ കേൾക്കണം. അടുക്കള പണി തീർന്നതോടെ എന്തോ മലമറിച്ചു കഴിഞ്ഞെന്നുള്ള വിചാരവേ ശരിയല്ല. വീട്ടിൽ ആരൊക്കെ വരുന്നു, എന്തൊക്കെ നടക്കുന്നു എല്ലാം അറിയണം. അങ്ങോട്ട് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. വീടിടിഞ്ഞു വീണാലും എനിക്കെന്ത് ചെയ്തോ എന്ന ചിന്ത മനസ്സിലുള്ളതുകൊണ്ടാ പുറത്ത് നടക്കുന്നത് ഒന്നും അറിയാത്തത്. മനോജെ, പട്ടി വേണ്ടാന്ന് വെച്ചത് തന്നെ ഇവരിവിടെ ഉള്ളതുകൊണ്ടാ. ഇപ്പൊ തോന്നുന്നു അതായിരുന്നു നല്ലതെന്ന്. പട്ടിയായിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിലേ ഉണ്ട ചോറിന് നന്ദിയെങ്കിലും കാണിക്കുമല്ലോ. സാരിയോ മുല്ലപ്പൂവും മറ്റോ അവള് കണ്ടിരുന്നെങ്കിൽ അത് ചുട്ടുകരിച്ചേന്. അത്രയ്ക്ക് പകയുണ്ട് അവൾക്ക്.
മാധവേട്ടൻ ആപത്തൊന്നും കൂടാതെ വീട്ടിലെത്തിയിട്ടുണ്ടാവോ? പട്ടി വേണ്ടാന്ന് വെച്ചത് തന്നെ ഇവരിവിടെ ഉള്ളതുകൊണ്ടാ. പട്ടിയായിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഉണ്ട ചോറിന് നന്ദിയെങ്കിലും കാണിക്കുമല്ലോ. കാവൽപ്പട്ടി. മരുമോൾ എനിക്ക് തന്ന മഹത്തായ വിശേഷണം. മരുമോളുടെ വിവാഹ സമ്മാനമായി അതിനെ സ്വീകരിക്കുക തന്നെ. കാവൽപ്പട്ടി. ഹലോ, ഉത്തമ പണിക്കർ. ജോത്സരെ നമസ്കാരം. 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 ആരാ? ഞാൻ താങ്കളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയയിലും താങ്കളെക്കുറിച്ച് ഒരു വാർത്ത കണ്ടു. ആ, എന്റെ പേര് ജയദേവൻ. കഴക്കൂട്ടത്തിനടുത്ത് പള്ളിപ്പുറമാണ് സ്വദേശം. അതിനെന്താ, പറഞ്ഞോളൂ. താങ്കൾ ശാസ്ത്രീയ വിധിപ്രകാരം കൃത്യമായും ഫലം പ്രവചിക്കുന്ന ജ്യോത്സ്യരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ചില ഭാവി ഫലങ്ങൾ അറിയണമായിരുന്നു. അതിനെന്താ, പറയാലോ. എനിക്ക് താങ്കളെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. അല്ല, ഫീസ് എത്രയായാലും പ്രശ്നമല്ല. ഞാൻ ഫീസ് എന്ന് ഉദ്ദേശിച്ചത് താങ്കളുടെ ദക്ഷിണ. അല്ല, താങ്കളെ എപ്പോ എവിടെ വന്നാൽ കാണാന്നൊക്കെ അറിഞ്ഞ കൊള്ളായിരുന്നു. എങ്കിൽ എന്റെ വിലാസം നോട്ട് ചെയ്തോളൂ. ആ, ഉത്തമ പണിക്കർ, ഉത്തമ വിലാസം, ഊരൂരുട്ടമ്പലം. ഉത്തമ പണിക്കർ, ഉത്തമ വിലാസം, ഊരുട്ടമ്പലം. ആ, അല്ല, എല്ലാം ഊ ആണല്ലോ. ആ, ഊ എന്റെ ഒരു വീക്ക്നെസ്സാ. എന്റെയും. ഞാൻ രാവിലെ ഒരു 11 മണിക്ക് വരട്ടെ? 11 മണി. ആ, പ്രശ്നമില്ല, വന്നോളൂ. ശരി. എന്താ പേര് പറഞ്ഞേ? ജയദേവൻ, കഴക്കൂട്ടം. ആ, ഓക്കെ ഓക്കെ. ശരി. എടാ ഉത്തമ പണിക്കരെ, നിന്റെ നെഞ്ചും കൂടി ഞാൻ ഇടിച്ചു പൊളിക്കും. വാ. ഞാൻ മീനാക്ഷി കാത്തു നിൽക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയിലുണ്ടായ വിശേഷം പറയാൻ. രാത്രിയിലെ വിശേഷോ? അതെന്താ? രാത്രി മാധവേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു. മാനത്തെ കൊട്ടാരം